അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് എല്ലാ വർഷവും ഒരു മെഡിക്കൽ ചെക്കപ്പ്, അത് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അവർക്ക് ഈ ഭരണ കർത്തവ്യം നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടിയാണ്. അത് വാൾട്ടർ റീഡ് ഹോസ്പിറ്റൽ, വാഷിങ്ടൺ DC-യിലുള്ള വാൾട്ടർ റീഡ് ഹോസ്പിറ്റലിലാണ് നടത്തുക. ഇത്തവണ ട്രംപ് പോയപ്പോൾ ട്രംപിന് ഒട്ടനവധി ആ ഒരു റിപ്പോർട്ട് ഇന്ന് വരെ വൈറ്റ് ഹൗസോ അല്ലെങ്കിൽ വാൾട്ടർ റീഡ് ഹോസ്പിറ്റലോ പുറത്തുവിട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ട്രംപിന് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൈമേ ഒരു പാച്ച്, ഒരു ചെറിയ പാണ്ട് പോലൊരു സംഭവം വളരെ വിപുലീകരിച്ച് എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ കാലുമേ ഒരു നീര്, 80 വയസ്സായ മനുഷ്യനാണ്, കാലുമേ ഒരു നീര് വന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷമല്ല പറയുന്നത്, പ്രതിപക്ഷത്ത് നിൽക്കുന്ന മാധ്യമങ്ങൾ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ വായ തുറക്കുന്നതിന് യാതൊരു മടിയില്ലാത്ത മനുഷ്യനാണ്, എന്തും വിളിച്ച് പറയാം. അപ്പോൾ അദ്ദേഹം CNN ഫേക്ക് ന്യൂസ്, അപ്പോൾ ആ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ചിത്രങ്ങളൊക്കെ എടുത്ത് ഫോക്കസ് ചെയ്തിട്ട് കാലിന് നീര് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ 80 വയസ്സായ മനുഷ്യനാണ്. എന്നിരുന്നാലും നമ്മൾ കാണുമ്പോൾ, മാധ്യമങ്ങളിലും മറ്റും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം മാന്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ബുദ്ധിപരമായിട്ടുള്ള ഒരു കുറവൊന്നുമില്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനോ. ഈ അദ്ദേഹത്തിൻ്റെ വായിലെ നാവ് പണ്ടേ ഇങ്ങനെ ഒരു ഇതിലുള്ളൊരു എന്നല്ലാതെ മറ്റൊരു രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉള്ളതായിട്ട് നമുക്ക് ആർക്കും തോന്നിയിട്ടില്ല. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ CNN, MSNBC, NPR പോലെയുള്ള ചാനലുകളും റേഡിയോ ചാനലുകളൊക്കെയാണ് ഇവരെ കൂടുതലായിട്ട് ട്രംപ് ഇപ്പം ചാവാൻ പോകുന്നു എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് എപ്പോഴും നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ മാതിരി എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ ഇത് വേണം എന്നുള്ള ആഗ്രഹവുമായിട്ട് നടക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ളൊരു ആരോഗ്യ പ്രശ്നം വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ പറയുന്ന പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഇത്ര നാളും ഭരിച്ചിരുന്ന ജോ ബൈഡൻ ആകെ തട്ടിത്തടഞ്ഞ് പലപ്പോഴും വീണിട്ടുണ്ട്. അദ്ദേഹം അങ്ങടാണോ പോണ്ടേ ഇങ്ങടാണോ പോണ്ടേ എന്നുള്ളൊരു സംശയമുള്ള മനുഷ്യനാണ്. വാർദ്ധക്യം നമുക്ക് എല്ലാവർക്കും വരും, എനിക്കും വരും, ഇത് കാണുന്ന നിങ്ങൾക്കും വരും. അതിന് ഞാൻ ഒരിക്കലും പക്ഷെ ഞാൻ ഇവിടുത്തെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അത് ഇടപെട്ടിരിക്കുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യം ജോ ബൈഡൻ ഇതിലും വഷളായിരുന്നു. ആ സമയത്ത് CNN-ഓ MSNBC-യോ NPR പോലെയുള്ള പ്രതിപക്ഷത്ത് നിൽക്കുന്ന ചാനലുകളോ ഡെമോക്രാറ്റിക് പാർട്ടിയോ ഇത്തരത്തിലൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം ട്രംപിനേക്കാളും വഷളായിരുന്നു ജോ ബൈഡൻ. എന്നാൽ ഇന്ന് ട്രംപ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ, ഇങ്ങനെ ഒരു കാലുമേ നീര്, സോക്സ് ഇട്ട കാലാണ്, നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. അതിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറയണം അതേ കാലുമേ നീര് വന്നിരിക്കുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈമ ഒരു ചെറിയ പാണ്ട് പോലെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്നതിൽ ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ജനാധിപത്യത്തിൻ്റെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുത്തായ ജനങ്ങൾക്ക് അറിയായിരുന്നു ഇദ്ദേഹത്തിന് 80. ഒരു പക്ഷെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന VS അച്യുതാനന്ദൻ പോലെയുള്ള നേതാക്കന്മാർ അതിന് വ്യക്തമായ മറുപടി, രാഹുൽ, അമൂൽ ബേബി, പപ്പു മോന് കൊടുത്ത മറുപടിക്ക് നമ്മൾ ഒരുപക്ഷെ ഓർക്കണം. നരയാണെൻ്റെ യവനം, നരയാണെൻ്റെ യവനം എന്ന് പറഞ്ഞ് VS അച്യുതാനന്ദൻ പപ്പു മോന് കൊടുത്ത മാതിരി, അമൂൽ ബേബിക്ക് കൊടുത്ത മാതിരിയുള്ള മറുപടികൾ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വേറെയാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി വേറെയാണ്. ഇദ്ദേഹത്തിന് എപ്പോഴും ഇങ്ങനെ എൻ്റെ ഫുൾ ഫിഗർ. ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റു കാര്യങ്ങൾ, ഇദ്ദേഹം അമേരിക്കൻ ജനതയ്ക്ക് സംഭാവന നൽകിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ 80കളിലെ ഡൊണാൾഡ് റീഗൻ അധികാരത്തിൽ വന്ന് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുയർത്തിയ ആ ഒരു പേരിന്നും ഡൊണാൾഡ് റീഗൻ ഉണ്ട്. ഒരു 40 വർഷം മുമ്പാണ് അദ്ദേഹം അമേരിക്കൻ ഭരിക്കുന്നത്, 40-45 വർഷം മുമ്പാണ്. എന്നിട്ട് പോലും ഇന്നും റൊണാൾഡ് റീഗനെ ഒരു ആരാധിക്കുന്ന ഒരു ജനം, ഒരു തലമുറ അമേരിക്കയിലുണ്ട്. കാരണം അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഭരണമാറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അതേ രീതിയിലാണ് നമ്മളിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു 10-40 വർഷം മുമ്പ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇദ്ദേഹം വെനിസ്വല പിടിച്ചെടുത്തു. അമേരിക്കയ്ക്ക് യുദ്ധത്തിന് പോകാണ്ടിരിക്കാനുള്ള സകല പണികളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ ഇറാനായിട്ടുള്ള ഇതുകൾ അങ്ങോട്ടും ഒഴിവുകൾ പറഞ്ഞ് മാറാൻ നോക്കുന്നു. അതുപോലെയുള്ളൊരു സംഭാവനയാണ് അമേരിക്കയുടെ ഭാവിയിലേക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്യുന്നത്.
അതുകൊണ്ട് ഡെമോക്രാറ്റ്സ് വലിയ കാര്യമായിട്ട് മിണ്ടുന്നില്ല. കാരണം ഡെമോക്രാറ്റ്സ് ഇപ്പോൾ കുറേയൊക്കെ ഭയമുണ്ട്, കാരണം ഇദ്ദേഹം എടുത്തടിച്ച് കൊടുക്കും ചെയ്യും. അതുപോലെയുള്ള സ്വഭാവമാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ സ്വഭാവം. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ മാതിരി ഇദ്ദേഹത്തിന് ഒരു പക്ഷേ ഇദ്ദേഹം പറയാതെ തന്നെ അമേരിക്ക അംഗീകരിച്ചേനെ. എന്നാൽ ഇദ്ദേഹം തന്നെ ഉന്തിത്തള്ളി കൊടുക്കുന്ന കുറേ കാര്യങ്ങളാണ്. ഒന്ന്, ഒരു 250 രൂപയുടെ നോട്ട് ഉണ്ടാക്കാൻ പോവാണ്. അമേരിക്ക ഏറ്റവും കൂടിയ വലിയ നോട്ട് എന്ന് പറയുന്നത് $100 നോട്ടാണ്. $250 ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അതുമ്മ വയ്ക്കണം. അദ്ദേഹത്തിൻ്റെ മോഹങ്ങളാണ് അത്. മറ്റുള്ളവർ ചെയ്യുന്നതിന് പകരം ഇദ്ദേഹം നേരിട്ട് പറയണ്, $250 ഒരു നോട്ട് ഉണ്ടാക്കാണ്, അതുമേ അദ്ദേഹത്തിൻ്റെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഫോട്ടോ വയ്ക്കാൻ പോകണം. പിന്നെ അമേരിക്കൻ പാസ്പോർട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വയ്ക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ മോഹം എന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയർ വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കാൻ പോവാണ്. അത് ട്രംപ് ക്ലാസ്, അത് അദ്ദേഹത്തിൻ്റെ പേരിൽ വേണം. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ. അതായത് ഇദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പ്രതിമകളും ഇതുകളൊക്കെ ഇദ്ദേഹം തന്നെ ചെയ്ത് വെക്കണം. കാരണം വേറെ ആരും ചെയ്തിരിക്കില്ലേ പക്ഷേ പിന്നീട് ഒരു തലമുറ ഇദ്ദേഹത്തെ ഓർത്തിരിക്കാം. ഇന്ന് റൊണാൾഡ് റീഗനെ ഓർത്ത് വെക്കുന്നത് പോലെ തന്നെ ഡൊണാൾഡ് ട്രംപും അടുത്ത തലമുറ ചിലപ്പോൾ ഓർത്തിരിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം അത്രമാത്രം സംഭാവന കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു തലമുറ കഴിഞ്ഞു പോകണം. അത്ര വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. കാരണം അമേരിക്കയുടെ, അതായത് ഒരിക്കലും ഈ പല രാഷ്ട്രീയക്കാരും നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും അവരുടെ പേര് ചീത്തയാവാത്ത നയങ്ങൾ പിന്നീടത്തേക്ക് ചരിത്രത്തിൽ വരുമ്പോൾ അവരുടെ അങ്ങനെ ഒരു മോശപ്പെട്ട പേരിൽ അറിയപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം തന്നെ ചെയ്തു വെക്കുകയാണ്. ഇത് 250 നോട്ട്, അമേരിക്കൻ പാസ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, 250 നോട്ടും നമ്മുടെ 500 നോട്ടുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഉള്ളണം. അത് മഹാത്മാഗാന്ധി അല്ല ചെയ്തത്, അത് ചെയ്തത് പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകളാണ് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുമ്പോൾ വന്നത്. ഇത് ഇദ്ദേഹം തന്നെ ചെയ്യണം. 250 നോട്ട്, പാസ്പോർട്ടും ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ, പിന്നെ ട്രംപ് ക്ലാസ്, പിന്നെ ഒട്ടനവധി പരിപാടികൾ. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ, എൻ്റെ ഫുൾ ഫേസ്, ഫുൾ മുഖം, എൻ്റെ തല, എൻ്റെ ഫുൾ ഫിഗർ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി. അപ്പം ട്രംപിന് രോഗമാണ്, അതായത് ഒരു കാലുമ നീര് വന്നതൊക്കെ ഇദ്ദേഹത്തിന് പറയുമ്പോൾ എനിക്കൊരു യാതൊരു പ്രശ്നമില്ല എന്ന് ഒരു റിപ്പോർട്ട് പുറത്തു വിടാം. ഇനിയിപ്പോൾ റിപ്പോർട്ടിൽ വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ റിപ്പോർട്ട് പുറത്തു വിടാതെ വൈറ്റ് ഹൗസ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് അമേരിക്കൻ ജനത വളരെ ആകാംക്ഷയോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.